എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി.ബി. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ത്യൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് അതുപോലെ തന്നെ റസൽ 2000 ഈ രണ്ട് ഇൻഡെക്സുകൾ മാത്രമാണ് ഫ്ലാറ്റ് ലെവലിൽ ക്ലോസ് ചെയ്തിരുന്നത്. നാസ്ഡാക്കും S&P 500 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് റാലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചിപ്പ് റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, AI റിലേറ്റഡ് സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അമേരിക്കയിൽ മുന്നേറിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും അത്തരത്തിലുള്ള റാലി തന്നെയാണ് ഈ സ്റ്റോക്കുകളിൽ കണ്ടത്, പ്രത്യേകിച്ച് ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യത്തിൽ. ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളായ NVIDIA, ബ്രോഡ്കോം, AMD, ഒറാക്കിൾ, അതുപോലെ തന്നെ AI റിലേറ്റഡ് ഡിഫൻസ് കമ്പനിയായ പാലന്റിയർ, ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയായ തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ NVIDIAയും മൈക്രോസോഫ്റ്റും റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.21 ട്രില്യൺ ആണ്. മൈക്രോസോഫ്റ്റിൻ്റേത് $3.79 ട്രില്യൺ ആണ്. ആപ്പിളാണ് മൂന്നാമത്, $3.15 ട്രില്യൺ ആണ്. കഴിഞ്ഞ ആഴ്ചയിലെ ആമസോൺ, അതുപോലെ തന്നെ ആൽഫബറ്റ്, ടെസ്ല, ഈ സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിരുന്നു. ആമസോണിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.4 ട്രില്യൺ ആണ്. ആൽഫബറ്റിൻ്റേത് $2.25 ട്രില്യൺ ആണ്. അമേരിക്കയിലെ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ പുതുതായിട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് ഡിസ്കഷന് 5ാം റൗണ്ട് അവസാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ വളരെ ടഫ് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു താരിഫ് ഡീലിനും ഇന്ത്യ നിന്നുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് വരാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റുകളുടെ കാര്യം കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാർക്കറ്റുകളും ചൈനീസ് മാർക്കറ്റുകളും ഹോങ്കോങ് മാർക്കറ്റും കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. ചൈനീസ് ഗവൺമെൻറ് പറയുന്നത് എക്സ്പോർട്സിനെ സംബന്ധിച്ച് അവർക്ക് വേവലാതിയൊന്നുമില്ല, മറിച്ച് ചൈനീസ് ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടാനുള്ള തീരുമാനങ്ങളാണ് ഇനി എടുക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിരുന്ന Q2 GDP ഡാറ്റയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഒപ്റ്റിമിസം ചൈനീസ് മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മെറ്റൽ സെഗ്മെൻറ്റിലും കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച മെറ്റൽ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മെറ്റലുകൾ പ്രത്യേകിച്ച് കോപ്പർ, അലുമിനിയം, സിങ്ക്, അയേൺ ഓർ, ഈ കമോഡിറ്റികളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയിരുന്നത് സിങ്കും അയേൺ ഓറാണ്. അതോടൊപ്പം തന്നെ പ്രഷ്യസ് മെറ്റൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $3,350.5 പെർ ഔൺസ് ആണ്. അതിന് മുന്നത്തെ ആഴ്ചയിൽ $3,356 പെർ ഔൺസ് ആയിരുന്നു. സിൽവർ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച 52 വീക്ക് ഹൈയിൽ നിന്നും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും സിൽവർ വീണ്ടും മുന്നേറും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് കഴിഞ്ഞ ആഴ്ചയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. അതേസമയം അയേൺ ഓർ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് 86.20 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുന്നത്തെ ആഴ്ചയിൽ 85.85 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ക്ലോസിങ് സ്ലൈറ്റ്ലി വീക്കാണ്.
ഇന്ത്യയിൽ ജൂലൈ 11 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $696.67 ബില്യൺ ആണ്. പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ $3.06 ബില്യൺ കുറവാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അടുത്ത ദിവസങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഫോറക്സ് റിസർവിൻ്റെ കാര്യത്തിലും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, ഇതുവരെ 14 ക്യാരറ്റ് ഗോൾഡുകൾക്ക് മാത്രമാണ് ഹാൾമാർക്കിംഗ് നിർബന്ധമായിരുന്നത്. 9 ക്യാരറ്റ് വരെയുള്ള ഗോൾഡ് ഓർണമെൻറ്റുകൾക്ക് കൂടി ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കാൻ പോവുകയാണ് ഗവൺമെൻറ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച്, ഗോൾഡ് മൈനിങ് കമ്പനികളെ സംബന്ധിച്ച്, ഗോൾഡ് ജുവല്ലേഴ്സിനെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് പോസിറ്റീവാണ്. കാരണം ഗ്ലോബൽ സ്റ്റാൻഡേർഡായിട്ട് ഒത്തുപോകുന്ന തരത്തിലുള്ള ഒരു റേറ്റിങ്ങിലേക്കാണ് ഹാൾമാർക്കിങ്ങിൽ കൂടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിലേക്ക്. പിക്കാഡിലി അഗ്രോ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് സിംഗിൾ മാൾട്ട് വിസ്കി രംഗത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിയിട്ടുള്ളൊരു കമ്പനിയാണ്. പിക്കാഡിലിയുടെ ഇന്ദ്രി ബ്രാൻഡാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ലോകത്തിൽ സിംഗിൾ മാൾട്ട് വിസ്കി രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഈ വർഷം 2 അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ഫസ്റ്റ് ആനുവൽ മയാമി ഗ്ലോബൽ സ്പിരിറ്റ് അവാർഡ് 2025 ബെസ്റ്റ് വേൾഡ് വിസ്കി ആയിട്ട് ഇന്ദ്രി ധ്രുവ് എന്ന് പറയുന്ന സിംഗിൾ മാൾട്ട് വിസ്കീനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പിക്കാഡിലി അഗ്രോ സ്കോട്ട്ലൻഡിൽ കൂടി പ്ലാന്റ് തുടങ്ങി അവിടെ നിന്നും സിംഗിൾ മാൾട്ട് വിസ്കി പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതൊരു പക്ഷേ അടുത്തൊരു MNC കമ്പനി ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കാം. പിക്കാഡിലി അഗ്രോ MNC ലിക്കർ കമ്പനിയായിട്ട് മാറാൻ പോവുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പിക്കാഡിലി അഗ്രോനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഷെയർ ഹോൾഡർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് ഷെയർ ഹോൾഡേഴ്സിന് പിക്കാഡിലി അഗ്രോ നൽകിയിട്ടുള്ളത്. അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ന്യൂസ് ഫ്ലോ സൂചിപ്പിക്കുന്നത്. ടാറ്റ മോട്ടേഴ്സ് വീണ്ടും ഒരു പുതിയ ട്രക്ക് കമ്പനീനെ അക്വയർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവേക്കോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ട്രക്ക് കമ്പനീനെ ടാറ്റ മോട്ടർ അക്വയർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വർഷങ്ങൾക്കും ഹെവി ട്രക്സ് ആൻഡ് ബസ്സസ് കമ്പനിയും കൂടി ടാറ്റ മോട്ടേഴ്സ് അക്വയർ ചെയ്തിരുന്നു. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ പിന്നീടുള്ള വർഷങ്ങളിൽ ടാറ്റ മോട്ടേഴ്സിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അക്വിസിഷനും ടാറ്റ മോട്ടറിന് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. വെയിൽസ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. US-ലും യൂറോപ്പിലൊക്കെ സബ്സിഡിയറികളുണ്ട്. വെഹിക്കിൾ വീൽസ്, അതുപോലെ തന്നെ ട്രാക്ടർ വീൽസ്, മൈനിങ് വെഹിക്കിൾ വീൽസ്, ഇത്തരത്തിലുള്ള വീലുകളൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. 40% വീലുകളും ഇപ്പോൾ അലുമിനിയം വീലുകളാണ് സപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സസ്പെൻഷൻ സിസ്റ്റംസ്, ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ്, ഇത്തരത്തിലുള്ള സ്പെയർസൊക്കെ ഈ കമ്പനി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഷെയർ ഹോൾഡർ റിട്ടേൺ നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവാണ്. ലോങ് റണ്ണിൽ ഈ കമ്പനി വീണ്ടും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. റൈമണ്ട് ലിമിറ്റഡ് ഡിമർജറിന് മുമ്പ് തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളായിരുന്നു. റൈമണ്ട് ലൈഫ് സ്റ്റൈൽ ഡിമർജർ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ഡിമർജർ കഴിഞ്ഞു. റെസിഡുവലായിട്ടുള്ള റൈമണ്ട് ലിമിറ്റഡിൽ എയ്റോസ്പേസ്, ഡിഫൻസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റുകൾ മാത്രമാണുള്ളത്. ഇതിൽ എയ്റോസ്പേസ്, ഡിഫൻസ് സെഗ്മെൻറ്റിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ വളരെ പോസിറ്റീവാണ്. ഈ കമ്പനികൾ പ്രിസിഷൻ എക്യുപ്മെൻറ്റുകളാണ് പല ക്രാഫ്റ്റുകൾക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള സപ്ലൈ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് റൈമണ്ട് ലിമിറ്റഡ്. BEMൽ 185.65 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 79 ഇൻഡിജീനിയസ് ബുൾഡോസേഴ്സ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുകളാണ് BEMലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് രംഗത്തേക്ക് കടക്കുകയാണ്. മൂണിക്
ബേസ്ഡ് ജർമ്മൻ കമ്പനിയായ അലയൻസായിട്ട് JV വരികയാണ്. 50-50 JV ആണ്. റീഇൻഷുറൻസിന് വേണ്ടിയാണ് തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം ജനറൽ ലൈഫ് ഇൻഷുറൻസ് രംഗത്തേക്ക് കൂടി കടക്കാനുള്ള സാധ്യതകളുണ്ട്. മുമ്പ് അലയൻസിന് ബജാജ് ആയിട്ടാണ് ഇന്ത്യയിൽ ടൈപ്പ് ഉണ്ടായിരുന്നത്. അലയൻസിൻ്റെ 26% ബജാജ് ഫിൻസർവ് വാങ്ങിയിരുന്നു. അതിനുശേഷമുള്ള റീ എൻട്രിയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആയിട്ട് ഇപ്പോൾ അലയൻസ് ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഇൻഷുറൻസ് പെനട്രേഷൻ ആവറേജ് 7%. ഇന്ത്യയിൽ 3.7% ഉള്ളൂ. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ 11.9%, UK 9.7%, ജപ്പാനിൽ 8.9%. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇൻഷുറൻസ് പെനട്രേഷൻ കൂട്ടാനായിട്ട് ഈ JV ഉപകരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് പൊതുവെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനാണ് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സെബിയുടെ കൺസൾട്ടേഷൻ പേപ്പർ വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ഒരു സ്കീം മാത്രമേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു സ്കീമും കൂടി ലോഞ്ച് ചെയ്യാനായിട്ട് സെബി അനുമതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാ AMCകൾക്കും പോസിറ്റീവാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ലഭിക്കാൻ പോകുന്ന ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ബ്ലാക്ക് റോക്ക് JV ഉണ്ട്, AMC ആണ്. ഇവർക്ക് 4 മ്യൂച്വൽ ഫണ്ടുകൾ കൂടി ലോഞ്ച് ചെയ്യാനുള്ള അനുമതി സെബി കൊടുത്തിട്ടുണ്ട്. 3 ഡെറ്റ് ഫണ്ടുകൾക്ക് മുമ്പ് അനുമതി കൊടുത്തിരുന്നു. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷനാണ് വന്നിരുന്നത്. പുതിയ 4 ഇൻഡെക്സ് ഫണ്ടുകളും കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെബി ഒരു കാറ്റഗറിയിൽ രണ്ടാമതൊരു സ്കീമും കൂടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ AMCകൾക്കും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ നോക്കുകയാണെങ്കിൽ AMC നമ്മൾ GDP ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ GDPയുടെ 16% മാത്രമാണ് ഇന്ത്യയിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ളൂ. ഇത് അമേരിക്കയിലാണെങ്കിൽ GDPയുടെ 122% ഉണ്ട്. ഏഷ്യയിൽ മറ്റ് കൺട്രികൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ 19% ഉള്ളൂ. പക്ഷേ കൊറിയയിൽ 38%. അതുപോലെ തന്നെ ജപ്പാനിൽ 56%. അതുപോലെ തന്നെ കാനഡയിൽ 84% ഉണ്ട്. ഫ്രാൻസിൽ 81% ഉണ്ട്. അപ്പോൾ പൊതുവെ മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ ഇന്ത്യയിൽ കുറവാണ്. ഈ പുതിയ ഡിസിഷൻ സെബി എടുക്കുകയാണെങ്കിൽ പുതിയ ഓരോ സ്കീമുകൾ ഓരോ കാറ്റഗറിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ കൂട്ടാനായിട്ട് ഇത് ഉപകരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനാണ്. അതോടൊപ്പം തന്നെ HDFC AMC UTA AMC ഇതുപോലുള്ള AMCകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇനി നമ്മൾ റിലയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിലയൻസ് കൺസ്യൂമർ ഡ്യൂറബിൾ രംഗത്തേക്കും കൂടി കടക്കുകയാണ്. കെൽവിനേറ്റർ ബ്രാൻഡ് മുമ്പ് അക്വയർ ചെയ്തിരുന്നു. ഫ്രിഡ്ജും അതുപോലെ തന്നെ ഫ്രീസേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു റിലയൻസ്. ഈ കമ്പനിയിൽ കൂടി വൈസർ എന്നുള്ള ബ്രാൻഡിൽ ഫ്രിഡ്ജുകളും ഫ്രീസറുകളും ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് കമ്പനിയായ ഹെയർ അതുപോലെ തന്നെ മറ്റ് കമ്പനിയായ വേൾപൂൾ കോർപ്പറേഷനിലൊക്കെ സ്റ്റേക്ക് എടുക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾ രംഗത്തേക്കും കൂടി ആക്റ്റീവ് ആവുകയാണ്. ഒപ്പം Q1 റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അടുത്ത വർഷങ്ങളിൽ ഗ്രീൻ എനർജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി റിലയൻസിന് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ലാഗിങ് ഫാക്ടർ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലാണ്. 13,532 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. 50.11% പ്രമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ധാരാളം ഹോൾഡിംഗ് ഉണ്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. അതേസമയം ലോങ് റണ്ണിൽ ലെസ് റിസ്കി സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഒപ്പം വലിയ രീതിയിലുള്ളൊരു ക്യാപിറ്റൽ അപ്രീസിയേഷനൊന്നും തന്നെ നമുക്ക് മീഡിയം ടൈമിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. 20-30% ആണ് ഇപ്പോഴത്തെ ഇക്വിറ്റി ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്.
HDFC ബാങ്ക് Q1 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഇൻലൈൻ വിത്ത് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എബോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം 1:1 ബോണസും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് August 27, 2025 ആ ഡേറ്റിന് മുമ്പ് വാങ്ങുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും 100 ഷെയറിന് 100 ഷെയർ ബോണസ് ലഭിക്കുകയാണ്. ഇപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ 766.79 കോടിയാണ്. ബോണസ് കഴിയുമ്പോൾ ഈ ഇക്വിറ്റി ക്യാപിറ്റൽ ഡബിൾ ചെയ്യാൻ പോവുകയാണ്. ലോങ് റണ്ണിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബ്ലൂ ചിപ്പ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോക്കാണ് HDFC ബാങ്ക്. അതോടൊപ്പം തന്നെ കാരൂർ വൈശ്യ ബാങ്കും July 24 ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ബോണസ് ഡിസിഷനാണ് വരാൻ പോകുന്നത്. ടെക്സ്മാക്കോ റെയിൽ 47.77 കോടി ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. വാരി എനർജീസ് അമേരിക്കയിൽ 500 മെഗാവാട്ട് സോളാർ മോഡ്യൂൾസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ സോളാർ മാനുഫാക്ചറിങ് കമ്പനികൾ ഇന്ത്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നുള്ള സോളാർ മോഡ്യൂൾ പാനൽസ് ഇമ്പോർട്ടിങ്ങിനെതിരായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് പൊതുവെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സോളാർ മോഡ്യൂൾസ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. പക്ഷേ വാരി എനർജീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അവർക്ക് ഓൺ പ്ലാന്റ് ഉള്ള കാരണം ചെറിയ ഇമ്പാക്റ്റേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ ഓർഡർ ബാങ്കിങ് ന്യൂസ് വാരി എനർജീനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. മറ്റു ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ലാഗായിട്ട് നിൽക്കുന്നത്. ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന റിസൾട്ടുകൾക്കനുസരിച്ചാണ് നമ്മുടെ മാർക്കറ്റിൽ നമുക്കൊരു ട്രെൻഡ് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും ഒരു പക്ഷേ താഴെ വന്നേക്കാം. നിഫ്റ്റി ഒരു പക്ഷേ 24,700 24,800 ലേക്കൊക്കെ താഴെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം Q1 റിസൾട്ടുകൾ ഈ ആഴ്ച പുറത്തു വരുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് ഇന്ത്യയുടെ ഡിസിഷൻ വളരെ സ്റ്റേണാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഡിസിഷനും ഇന്ത്യ നിന്നു കൊടുക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് പൊതുവെ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം അടുത്ത ആഴ്ചയിൽ ടെസ്ല, അതുപോലെ തന്നെ ഗൂഗിൾ, IBM, കൊക്കോകോള, GE വെർണോവ, വെരിസോൺ, ഹണിവെൽ ഇന്റർനാഷണൽ, ലോക്ഹീഡ് മാർട്ടിൻ, മൂഡീസ് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള മൂവ്മെൻ്റാണ് നമ്മൾ അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അമേരിക്കയിലത്തെ ടെക്നോളജി സ്റ്റോക്കുകൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബലി ടെക്നോളജി സെക്ടർ സ്റ്റോക്കുകൾക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് ധാരാളം Q1 റിസൾട്ടുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് Q1 റിസൾട്ടുകൾ ബെറ്റർ റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളിലായിരിക്കാം ഒരു മുന്നേറ്റം കാണാനായിട്ട് സാധിക്കുക. അതേസമയം ബിലോ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് വരുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു സെല്ലിംഗ് പ്രഷറും കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പൊതുവേ നമ്മൾ മാർക്കറ്റിൻ്റെ IPO സെഗ്മെൻറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ധാരാളം IPOs വരുന്നുണ്ട്. മെയിൻ ബോർഡിലും ഉണ്ട്, അതുപോലെ തന്നെ SME സെഗ്മെൻറ്റിലും ഉണ്ട്. ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് 3 IPOs ആണ്. 2 IPOs മെയിൻ ബോർഡിലാണ്, മറ്റൊരു IPO SME സെഗ്മെൻറ്റിലാണ്, BSE SME സെഗ്മെൻറ്റിലാണ്. മെയിൻ ബോർഡിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് GNG ഇലക്ട്രോണിക്സ് ആണ്. electronicsbazaar.com എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പുകളും ICT ഡിവൈസസൊക്കെ റീഫർബിഷ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ സെക്ടറിൽ നിന്നുള്ള ആദ്യത്തെ IPO ആണ്. ഒപ്പം ഈ കമ്പനി വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ് ആണ്. ഈ സെഗ്മെൻറ്റിൽ 237 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 23-ാം തീയതി ഓപ്പൺ ചെയ്ത് 25-ാം തീയതി അവസാനിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് GNG ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. മെയിൻ ബോർഡ് IPO ആണ്. മറ്റൊരു IPO SME സെഗ്മെൻറ്റിലാണ്. BSE SME സെഗ്മെൻറ്റിലുള്ള ഒരു IPO ആണ്. മൊണാർക്ക് സർവേയേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡ് ആണ്. വളരെ നല്ലൊരു IPO ആണ്.
250 അപ്പർ പ്രൈസ് ബാൻഡ്, 600 മാർക്കറ്റിലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 22 ഓപ്പൺ ചെയ്ത് 24 ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. ഈ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് മൊണാർക്ക് സർവേസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡ്. നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു IPO NSDL ആണ്. NSDL ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല. ലിസ്റ്റിംഗ് കഴിഞ്ഞ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മാത്രമേ വാങ്ങാൻ സാധിക്കുള്ളൂ. ഇതുവരെ ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗ് കഴിഞ്ഞ് 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരും അവരുടെ സ്റ്റോക്ക് വിൽക്കാനായിട്ട്. കാരണം ലോക്ക് ഇൻ പീരീഡിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ NSDL IPO വരെയാണ്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 40 കോടിയേ ഉള്ളൂ. IPO പ്രൈസ് 500-നും 600-നും ഇടയ്ക്ക് ആവാനാണ് ചാൻസസ് കൂടുതൽ. CDSL ആണ് ഏഷ്യയിലെ ആദ്യത്തെ ലിസ്റ്റഡ് ഡെപ്പോസിറ്ററി കമ്പനി. CDSLൻ്റെ PE റേഷ്യോ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസ് ഒരു പക്ഷേ 1100-നും 1300-നും ഇടയിലായിരിക്കാം NSDLൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് വരാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന NSDL ആണ്. 510.91 ലക്ഷം കോടി രൂപ വർത്ത് DP അസറ്റാണ് NSDL ഹോൾഡ് ചെയ്യുന്നത്. അതേസമയം CDSL ഹോൾഡ് ചെയ്യുന്നത് 79.26 ലക്ഷം കോടിയാണ്. മറിച്ച് നമ്മൾ നമ്പർ ഓഫ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ CDSL 15.86 കോടി നമ്പർ അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. NSDL 4.04 crore നമ്പർ DP നമ്പറുകൾ മാത്രമേ ഉള്ളൂ, അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അസറ്റ് ബേസിൽ NSDL ബെറ്ററാണ്. നമ്പർ ഓഫ് DP അക്കൗണ്ട്സിൻ്റെ ബേസ് CDSL ബെറ്ററാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ CDSL 209 കോടി രൂപയാണ്. ഫേസ് വാല്യൂ 10 ആണ്. NSDLൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 40 കോടിയാണ്. ഫേസ് വാല്യൂ 2 ആണ്. തീർച്ചയായിട്ടും നമ്മൾ CDSLൻ്റെ PE NSDLൻ്റെ PE അപ്ലൈ ചെയ്യാൻ BBയിൽ അപ്ലൈ ആണെങ്കിൽ 1100-നും 1300-നും ഇടയിലുള്ള ലിസ്റ്റിംഗ് വരാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ ആഴ്ചയിൽ NSDL IPO വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ഒരു പക്ഷേ നെക്സ്റ്റ് വീക്കിലായിരിക്കാം. അപ്പോൾ ഈ 3 IPOs ആണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന IPOs. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിൽ അപ്ലൈ ചെയ്യാം. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് പൊതുവേ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ത്യയുടെ സ്റ്റാൻഡ്, താരിഫ് റിലേറ്റഡ് സ്റ്റാൻഡ് വളരെ സ്റ്റേബിളാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഡീലിന് മാത്രമാണ് ഇന്ത്യ നിന്ന് കൊടുക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.